നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി വിവാദം കൂടുതൽ കൊഴുക്കുകയാണ്. മലേഷ്യയിൽ കഴിയുന്ന ഇന്ത്യ വിരുദ്ധ മത പ്രഭാഷകൻ സക്കീർ നായിക്കിലേക്ക് അന്വേഷണം നീളുന്നതായി സൂചന. ഭീകരബന്ധം തേടി NIA അന്വേഷണം കടുപ്പിക്കുകയാണ്. സക്കീർ നായിക് ബന്ധമോ? നാസിക് ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ നിർബന്ധിത മതപരിവർത്തനങ്ങളും ലൈംഗിക പീഡനങ്ങളും സംബന്ധിച്ച അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ആരംഭിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര പോലീസിന്റെ പ്രത്യേക സംഘവും അന്വേഷിക്കുന്നുണ്ട്. പോലീസ് എടുത്ത 9 കേസുകളിലും NIAയും അന്വേഷണം തുടങ്ങി. രാജ്യവിരുദ്ധ ശക്തികളും മതപരിവർത്തന ശക്തികളും ഇസ്ലാമിസ്റ്റുകളും ഇതിന് പിന്നിലുണ്ട് എന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് NIA വന്നിരിക്കുന്നത്. HR മാനേജർ നിദാ ഖാൻ ഇപ്പോഴും ഒളിവിലാണ്. 9 കേസുകളിൽ 9 പേരാണ് അറസ്റ്റിലായത്. ഇവരുടെ തീവ്രവാദ ബന്ധവും വിദേശ ഫണ്ട് ലഭിച്ചോ തുടങ്ങിയ കാര്യങ്ങളുമാണ് NIA പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തിരഞ്ഞുപിടിച്ച് ജോലിക്കാരും പറഞ്ഞ് പീഡിപ്പിക്കുക, ലൈംഗികമായി ഉപദ്രവിക്കുക, ശാരീരിക ബന്ധത്തിന് ഭീഷണിപ്പെടുത്തുക, ക്രമേണ വരുതിയിലാക്കുക, ഹിജാബ് ധരിപ്പിക്കുക, നമാസ് ചെയ്യിക്കുക എന്നിങ്ങനെയായിരുന്നു ഓപ്പറേഷൻ. അതിനിടെ നിദാ ഖാന് ചെങ്കോട്ടിലെ ബോംബ് സ്ഫോടന കേസിലെ പ്രതികളുമായി ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതും NIA അന്വേഷിക്കും. തികച്ചും ആസൂത്രിതമായ പദ്ധതി ഇതിന് പിന്നിൽ ഉണ്ട് എന്നും ഗ്രൂമിംഗ് ഗ്യാങ് ആണ് ഇതിന് നിർവഹണം എന്നും സൂചനയുണ്ട്. പിടിയിലായ 9 പേരും IT പ്രൊഫഷണലുകളായ ഭീകരരാണ് എന്നാണ് സംശയം. കമ്പനിയുടെ റൂഫ് ടോപ്പിലാണ് ഹിന്ദു യുവതികളെ തീവ്രവാദികളായ IT-കാർ വേട്ടയാടി പീഡിപ്പിച്ചതും മതപരിവർത്തനത്തിന് ഭീഷണിപ്പെടുത്തിയതും. അതിനിടെ നാസിക് TCSലെ വിവാദവുമായി ബന്ധപ്പെട്ട് മലേഷ്യൻ മതപ്രബോധകനെ കണ്ടെത്താനും ശ്രമം നടക്കുന്നു. ഇയാളാണ് ഇതിന് പിന്നിലെ കരങ്ങളിൽ ഒന്ന് എന്ന് വ്യക്തമായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇയാളുമായുള്ള സംഭാഷണങ്ങളുടെ ഡാറ്റ പുറത്തുവന്നു. ഇമ്രാൻ എന്നാണ് പേരെന്ന് കരുതുന്നു. അറസ്റ്റിലായവരുടെ വാട്സാപ്പിൽ നിന്ന് ഇയാളുടെ സന്ദേശങ്ങൾ കണ്ടെത്തി. വിദേശ അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇരകളെ വീഡിയോ കോൾ വഴി പാട്ടിലാക്കുന്നത് ഇയാളായിരുന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ നാസിക് കേന്ദ്രത്തിൽ നടന്ന ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങൾക്കും മതപരിവർത്തന ശ്രമങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് HR മാനേജർ നിദാ ഖാൻ ആണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരാതികൾ മുക്കി പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നതും ഇവരാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇരകളുടെ പരാതികൾ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകാറില്ല എന്ന അന്വേഷണം ഏറ്റെടുത്ത NIA കണ്ടെത്തിയിരിക്കുന്നു. പ്രതികൾ തമ്മിലുള്ള സംശയാസ്പദമായ 78 കോൾ റെക്കോർഡുകളും ഇമെയിലുകളും ചാറ്റുകളും അന്വേഷണ സംഘം കണ്ടെടുത്തു. ഇവരുടെ ഒത്തുകളിയും സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഒരു അസിസ്റ്റന്റ് ജനറൽ മാനേജർ പ്രതികളിൽ ഒരാളെ ബന്ധപ്പെട്ടതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡാനിഷ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ള പ്രതികളും നാസിക് റോഡ് ജയിലിലാണ്. ഡാനിഷ് തന്നെ ബലം പ്രയോഗിച്ച് കിസ് ചെയ്യാൻ ശ്രമിച്ചുവെന്നും അയാളെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു എന്നുമാണ് 23-കാരിയുടെ പരാതി. ഒരിക്കൽ ഓഫീസിൽ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് തന്റെ അടുത്ത് വന്നതായും ഒരു ജീവനക്കാരൻ പറയുന്നു. തൗസീഫും ഡാനിഷും മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി. ചില സമയങ്ങളിൽ ജോലി സമയത്തിന് ശേഷവും സ്ത്രീകളോട് ഓഫീസിൽ തുടരാൻ അവർ നിർബന്ധിക്കാറുണ്ട്. നിദാ ഖാനെ എതിർത്ത ജീവനക്കാരിയെ ഓഫീസിന്റെ റൂഫ് ടോപ്പിൽ ഒറ്റയ്ക്കിരുത്തി ജോലി ചെയ്യിച്ചു. 20-നും 25-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെയാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമാൻസ്.